കേരള PSC വഴി MVD അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയിട്ടുള്ള അവസരങ്ങളിലേക്ക് പുതിയൊരു അപേക്ഷ ഉടനടി വിളിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. PSC യോഗ തീരുമാനത്തിൽ പുതിയ ഡിസിഷൻസ് അല്ലെങ്കിൽ 16ഓളം തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ഉടനടി റിലീസ് ചെയ്യാൻ അടുത്ത ഗസ്റ്റിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനടി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൽ നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതായത് MVD പോസ്റ്റും കൂടി, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി വരാൻ പോകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിരവധി അധികം പോസ്റ്റുകളാണ് ഇതിൽ വരാനായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും പിന്നെ മറ്റുള്ള പോസ്റ്റുകളിലേക്കെല്ലാമായിട്ടാണ് അപേക്ഷ വിളിക്കുന്നത്. ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുണ്ട്. അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള പോസ്റ്റ്, അതായത് വനിതാ പോലീസ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ളതും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആൺകുട്ടികളുടേതും വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ട 3 പോസ്റ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് നമ്മുടെ MVD വരാനായിട്ട് പോകുന്നുണ്ട്, അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരാനായിട്ട് പോകുന്നുണ്ട്, പിന്നെ പോലീസ് കോൺസ്റ്റബിൾ വുമൺ ഡ്രൈവർ വരാനായിട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വരാനായിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ മൊത്തത്തിൽ 16ഓളം തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് മുന്നിലേക്ക് വരാനായിട്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോസ്റ്റുകൾ ഉൾപ്പെടെ ഇതിലുണ്ട്. അപ്പോൾ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത മാസം 3-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇത് ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ 3-ാം തീയതിക്കുള്ളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. പിന്നെ ഒരു സുഹൃത്ത് നമ്മളെടുത്ത് PSCക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2027 ആ ഒരു കാര്യം നമ്മുടെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ ആ കാര്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. 2027 അതിനുള്ള പ്രോപ്പർ സൊല്യൂഷൻ എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഒരു യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും PSCക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം അതുപോലെ ലൈഫ് ട്രാക്ക് മോട്ടീവ് പോലെ തന്നെ കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും.